സിനു, വെളിച്ചെണ്ണയുടെ വില അറിഞ്ഞോ? 400 രൂപ. കേര വെളിച്ചെണ്ണയ്ക്ക് 110 രൂപ കൂട്ടി, 529 രൂപയായി. 400 രൂപ കിടന്ന വെളിച്ചെണ്ണയോ? 520. 529. 9 രൂപയ്ക്ക് പാട്ട് പാടും. അപ്പോൾ അതായത് കേരള സർക്കാരിൻ്റെ സഹകരണ വകുപ്പിൻ്റെ ഫെഡിൻ്റെ കീഴിലുള്ള എണ്ണയാണ്. അപ്പോൾ ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പ്രസാദ് അല്ലേ? പ്രസാദ് അനിൽ JR. JR. എല്ലാവർക്കും മന്ത്രിമാരുടെ പേര് അത്ര നല്ല മന്ത്രിമാരാണല്ലോ. അപ്പോൾ ഏതായാലും മന്ത്രി പറഞ്ഞിരുന്നു പൊതുവിപണിയിൽ സർക്കാർ ഇടപെട്ട് വില പിടിച്ചു നിർത്തുമെന്നൊക്കെ പറഞ്ഞതിന് പിന്നാലെയാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കേര വെളിച്ചെണ്ണ, കേരളത്തിലെ ഏറ്റവും ജനപ്രിയമായ ബ്രാൻഡാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് 110 രൂപ വില കൂട്ടിയിരിക്കുന്നു. 529 രൂപയാണ്. ഇത് 4ാമത്തെ തവണയാണ് കേര വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടുന്നത്. നോക്കൂ, 420 മുതൽ 480 രൂപയ്ക്ക് വരെ മാർക്കറ്റിൽ നാടൻ വെളിച്ചെണ്ണ കിട്ടും. 420 മുതൽ 480 വരെ. അതായത് പാരഫിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് വില കുറയും. അങ്ങനെ അറിയില്ല, അതറിയില്ലേ? ഹൈക്കോടതിയിൽ മുമ്പൊരിക്കൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നപ്പോൾ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകയായ VP മന്ത്രിയുടെ ഒരു കേസായിരുന്നു. ആ കേസിൽ കൊടുത്ത ഒരു റിപ്പോർട്ടിൽ വെളിച്ചെണ്ണ പരിശോധിച്ചപ്പോൾ അതിൽ പാരഫിൻ വാക്സ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മെഴുകുതിരി. അപ്പോൾ വില കുറഞ്ഞ് കിട്ടുന്ന എണ്ണയെക്കുറിച്ച് ഉള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ അകത്തോട്ട് ചെല്ലുന്ന മെഴുകായിരിക്കും. ഇത് എന്ന് നമ്മുടെ വയറിലെ ആമാശയത്തെയും കുടലുകളൊക്കെ തകർത്ത് കളയും. അതുകൊണ്ടാണ് വില കുറഞ്ഞ വെളിച്ചെണ്ണയുടെ അപകടം. അപ്പോൾ വില കൂടിയ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അത് കേരയാണ്. കേര ഇപ്പോൾ 529 രൂപയാവുന്നു. പൊതുവിപണിയിൽ 420, 480 ഉള്ളത്. കേരയുടെ സർക്കാർ സ്ഥാനത്തിൻ്റെ വില കൂടുമ്പോൾ എന്ത് പറ്റും? സ്വകാര്യ കമ്പനികൾ കൂടും. അപ്പോൾ പൊതുവിപണിയിൽ ഇടപെടും, വില കുറയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ സർക്കാരിൻ്റെ സ്ഥാനത്ത് തന്നെ വില കൂട്ടിക്കൊണ്ട്, അതും അടുത്ത 1 മാസം കൂടെ കഴിഞ്ഞാൽ ഓണമാണേ. ഓണത്തിന് കേരയ്ക്ക് മാത്രം 2500 ടൺ വെളിച്ചെണ്ണയാണ് കേരളത്തിൽ വിൽക്കുന്നത്. 2500 ടൺ. അത്രയും വെളിച്ചെണ്ണ വിൽക്കപ്പെടുന്ന കേരളത്തിലെ വിപണിയിലേക്ക് ഓണത്തിന് മുമ്പ് 529 രൂപയാകുമ്പോൾ ഇനി ഓണം എത്താറാകുമ്പോൾ വീണ്ടും ഒരു വിലക്കയറ്റം കൂടെ ഉണ്ടാവും. അപ്പോൾ മിക്കവാറും 600 രൂപ വെളിച്ചെണ്ണയ്ക്ക് എത്താം. അതായത് ഉപ്പേരി ഇല്ലാത്ത ഓണമാകും. ഇപ്പോൾ ഉപ്പേരിയിൽ ആളെന്തെങ്കിലും മേടിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഴുക് ഉരുക്കിയത് മേടിച്ച് വെളിച്ചെണ്ണ എന്നുള്ള വ്യാജേന മേടിച്ച് മലയാളി കഴിക്കേണ്ടി വരും. അപ്പം ഞാൻ ആലോചിക്കുന്നതില്ല, ഇവിടെ പെട്രോളിനൊരു 2 രൂപ കൂട്ടിയാൽ, 5 രൂപ കൂട്ടിയാൽ എന്തൊരു കോലാഹലമുള്ളത്. ടയർ കത്തിക്കും, ബന്ധു നടത്തും, വഴിതടയും, ബസ് സമരമുണ്ട്. വെളിച്ചെണ്ണ അതായത് നിത്യോപയോഗ സാധനം. പെട്രോളും നിത്യോപയോഗ സാധനമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. ഈ 529 രൂപ കൊടുത്താൽ എത്ര ലിറ്റർ പെട്രോൾ കിട്ടും? 5 ലിറ്റർ മിനിമം കിട്ടും. 5 കൂടുതൽ കിട്ടും. അപ്പോൾ പെട്രോളിൻ്റെ വിലയ്ക്ക് വേണ്ടി ബഹളം വെക്കുന്നവർ എന്തുകൊണ്ടാണ് ഭക്ഷ്യ എണ്ണയുടെ വിലക്കയറ്റത്തെക്കുറിച്ചും മിണ്ടാതിരിക്കുന്നത്? ഭക്ഷ്യ എണ്ണ എന്ന് പറയുമ്പോൾ ഈ വെളിച്ചെണ്ണയുടെ വില കൂടുമ്പോൾ പാം ഓയിലിൻ്റെയും സൂര്യകാന്തി എണ്ണയുടെ ഒക്കെ വില കൂടും സ്വാഭാവികമായും. അപ്പോൾ വലിയ വിലക്കയറ്റം ഈ ഓണക്കാലത്ത് വരാൻ പോവുക. ഒരാളും മിണ്ടുന്നില്ല, കാമാന്ന് മിണ്ടുന്നില്ല. എല്ലാവരും ക്യാപ്സൂളും വിഴുങ്ങിയിരിക്കുക. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ഫെഡ് ഉണ്ടാക്കുന്ന കേര വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് വില കൂട്ടാനുള്ള കാരണം? ഇതിനിടയ്ക്ക് വേറൊരു തീരുമാനം ഇന്നലെയൊക്കെ ആയിട്ട് പരിഗണനയിലുണ്ട്. പാലിന് 3 രൂപ കൂട്ടാൻ പോവുക. ഇപ്പോൾ മിൽമയുടെ ചുവന്ന പാലിന് 28 രൂപയാണ്. 3 രൂപ കൂട്ടുമ്പോൾ 31 രൂപയാകും. 3 രൂപ കൂട്ടാനുള്ള കാര്യം മിൽമ പരിഗണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 31 രൂപയാണ് 1/2 ലിറ്റർ പാലിന്. 1 ലിറ്ററിന് 62 രൂപയാകും. അതെ, വ്യത്യാസം. പാലിൻ്റെ കാറ്റഗറി അനുസരിച്ച് വ്യത്യാസമുണ്ട്. എന്നാലും സ്വാഭാവികമായി എല്ലാവരും ഉപയോഗിക്കുന്ന ചുവന്ന പാലിന് 31 രൂപയിലേക്ക് മാറ്റാൻ മിൽമ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാല് വാങ്ങാൻ പറ്റില്ല, വെളിച്ചെണ്ണ വാങ്ങാൻ പറ്റില്ല. ഇങ്ങനെ സമസ്ത മേഖലകളിലും. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താ പറഞ്ഞാൽ, 1 കിലോ സൂര്യകാരി ഇന്നലെ വാങ്ങിച്ച എത്ര രൂപയ്ക്കാണ്? 49 രൂപയ്ക്ക്. അത് മട്ട വടി ഒക്കെ അനുസരിച്ച് വില ഇങ്ങനെ കൂടി 80 രൂപ വരെയുണ്ട്. അപ്പോൾ കേരളത്തിൽ എല്ലാ സാധനത്തിനും പൊള്ളുന്ന വിലയാണ്. എന്നാൽ ആകെ ഇവിടെ പ്രതിഷേധം ഉണ്ടാകുന്ന ഗ്യാസിന് 2 രൂപ കൂടുമ്പോൾ, പെട്രോളിന് വില കൂടുമ്പോൾ മാത്രമാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കേരള സർക്കാരിൻ്റെ സഹകരണ സ്ഥാപനമായ ഫെഡിൻ്റെ വെളിച്ചെണ്ണയ്ക്ക് എന്താ വില കൂടാൻ കാര്യം നിസ്സാരമാണ്. കാരണം പൊതുവിപണിയിൽ കൊപ്രയ്ക്ക് കിലോയ്ക്ക് 270 രൂപയാണ്. ഫെഡ് വാങ്ങുന്നത് 299 രൂപയ്ക്കാണ്. അതെന്തിനാ? 220 രൂപ വിലയുള്ള സാധനം 299 രൂപയ്ക്കാണ് ഫെഡ് കൊപ്ര വാങ്ങുന്നത്. സിനുവിനോ എനിക്കോ ഇത് കേൾക്കുന്ന ഏത് പ്രേക്ഷകനോ മാർക്കറ്റിൽ പോയാൽ 270 രൂപയ്ക്ക് കൊപ്ര കിട്ടും. ഫെഡ് മാത്രം വാങ്ങുന്നത് 299 രൂപയ്ക്ക്. എന്തിനായിരിക്കും? അതിനകത്ത് എന്തൊക്കെയോ ആരെയോ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതായത്
29 രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് 1 കിലോ കൊപ്ര കേരഫെഡ് വാങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയ്ക്ക് വില കൂടും. അപ്പോൾ ആർക്ക് ഗുണമുണ്ടാകും? ഗുണം ആർക്കാ? ഈ കൊപ്ര വിൽക്കുന്ന പോലെ. കൊപ്ര വിൽക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. കേരഫെഡിന് കൊപ്ര സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ പേരൊക്കെ നമുക്കറിയാം. നിൽക്കട്ടെ, ഒരു ദിവസം കഴിയട്ടെ. ഈ കൊപ്ര വിൽക്കുന്ന ആളുകൾക്ക് എന്താണ് ഭരണകക്ഷിയിലെ ഒരു പാർട്ടിയും അതിൻ്റെ പ്രമുഖരായ ചില നേതാക്കളുമായിട്ടുള്ള ബന്ധം എന്നതും നമുക്ക് പറയാം. അപ്പോൾ ഇത് വെറുതെ വില കൂടുന്നതല്ല, വില കൂട്ടുന്നതാണ്. ചിലരുടെ പോക്കറ്റിലേക്ക് പണം എത്തിക്കാൻ വേണ്ടി കേരളത്തിലെ അടുക്കളകളിൽ ഇടപെടുകയാണ്. അടുക്കളകളെ കൊള്ളയടിക്കുകയാണ്. കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമ്പോൾ സ്വാഭാവികമായും മറ്റെണ്ണകൾക്ക് വില കൂടും, ബാക്കി എല്ലാ സാധനത്തിനും വില കൂടും. അപ്പോൾ ഓണ വിപണിയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ നീക്കം ഇപ്പോൾ തന്നെ സർക്കാർ തലത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ പൊതുമേഖല എത്ര വലിയ പ്രശ്നം പ്രൈവറ്റ് കമ്പനികൾ അല്ലെ, ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉപ്പേരി വറക്കുന്നു, പിന്നെ സദ്യ ഒരുക്കുന്നു, പിന്നെ കറികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒന്നുകിൽ വെളിച്ചെണ്ണയിൽ നിന്ന് നമ്മളൊക്കെ മാറണം അല്ലേ. അത് പറ്റില്ല. കാരണം നമ്മൾ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് പിടിച്ച് നിൽക്കുന്നതായതുകൊണ്ട് കൂടുതൽ വില കൊടുക്കാതെ വില കുറഞ്ഞ വെളിച്ചെണ്ണയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത് അപകടം. അത് അപകടത്തിന് ആരോഗ്യ പ്രശ്നം മാത്രമല്ല. അപ്പോൾ കേരഫെഡ് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനത്തെ തകർക്കാനാണെങ്കിലോ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കേരഫെഡ് 529 കൊടുക്കുന്നു, വേറെ കേരയ്ക്ക് 529, വേറൊരു വെളിച്ചെണ്ണയ്ക്ക് ഒരു 450 രൂപയാണെങ്കിൽ സിനു ഏത് മേടിക്കും? ഞാൻ വില പറഞ്ഞാൽ 450 രൂപ വെളിച്ചെണ്ണ മേടിക്കും. കാരണം 50 രൂപയുടെ വ്യത്യാസം ഉണ്ടല്ലോ, 70 രൂപയുടെ വ്യത്യാസം ഉണ്ട്. 2 മാസം മുമ്പ് 240 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതെ വെളിച്ചെണ്ണ. എന്നിട്ടാണ് പതുക്കെ ഒരു 380, 390, 400ലേക്ക്. വെളിച്ചെണ്ണയുടെ ഗ്രാഫ് കയറി പോയത് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ അറിയാം. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ല. വെളിച്ചെണ്ണ വില എന്താണ് ഇങ്ങനെ കൂടുന്നത്? കാരണം ഞാൻ 232 രൂപയ്ക്ക് ഒരു 3 മാസം മുമ്പ് പോത്തീസിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കൂടി വന്നിരിക്കുന്നത്. അതാണ് 3-4 മാസത്തിനുള്ളിൽ 529 രൂപയിലേക്ക് മാറുന്നത്. എത്ര രൂപയുടെ വ്യത്യാസം, എത്ര ഇരട്ടി വിലക്കയറ്റം. അപ്പോൾ ഈ 299 രൂപയ്ക്ക് 270 രൂപയുടെ കൊപ്ര വാങ്ങുന്ന സർക്കാർ അല്ലെങ്കിൽ കേരഫെഡ് ആ അധിക കാശ് നമ്മുടെ ഇത് മേടിക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ മാത്രമല്ല, ഈ കേരഫെഡ് ഇപ്പം ഇവരുടെ ഈ സപ്ലൈകോയുടെ എണ്ണയുണ്ട്. സപ്ലൈകോയുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ വെളിച്ചെണ്ണ പക്ഷേ സപ്ലൈകോ എല്ലാം ഉണ്ടാക്കുന്നത്. സപ്ലൈകോ പ്രൈവറ്റ് പാർട്ടികളിൽ നിന്നും വാങ്ങിച്ചിട്ട് പാക്കേജ് ചെയ്ത് സപ്ലൈകോയ്ക്ക് വേണ്ടിയിട്ട് ആ നിലവാരത്തിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ റോയൽ എന്ന് പറഞ്ഞൊരു വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. റോയൽ വെളിച്ചെണ്ണക്കാർ സപ്ലൈകോയ്ക്ക് എണ്ണ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കെതിരെ മറ്റു ചില കമ്പനികളുടെ സമ്മർദ്ദ ഫലമായി അവർക്കെതിരെ വ്യാജമായ ചില ആരോപണങ്ങൾ ഉണ്ടാക്കി അവരെ തകർക്കാൻ ശ്രമം നടത്തി എന്നും പറഞ്ഞ് വിവാദം ഉണ്ടായിരുന്നു. അവർ മാധ്യമങ്ങളെ വന്ന് കണ്ടിരുന്നു. ഫോറൻസിക് അല്ല, ഭക്ഷ്യസുരക്ഷാ ലാബുകളിൽ ഇവരുടെ എണ്ണ പരിശോധിച്ച് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകളുമായി അവർ മാധ്യമങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ടാണ് ഞങ്ങളുടെ വെളിച്ചെണ്ണയ്ക്ക് കുഴപ്പമുണ്ടെന്ന് വ്യാജ പ്രചാരണം അടിച്ച് സപ്ലൈകോ റോയലിനെ മാറ്റി നിർത്തി വേറെ ചില ആളുകൾക്ക് കരാർ കൊടുത്തു എന്നും പറഞ്ഞ് ഈ വെളിച്ചെണ്ണ കമ്പനി ഒരു 1.5 വർഷം മുമ്പ് ഇവിടെ പത്രസമ്മേളനം നടത്തിയിരുന്നു. അപ്പം സപ്ലൈകോ പാക്ക് ചെയ്ത് വെക്കുന്ന എണ്ണ എന്ന് പറയുന്നത് മറ്റ് പല കമ്പനികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണ കേരയ്ക്ക് ഒരുപക്ഷെ കേരഫെഡ് തന്നെയാണോ ഉണ്ടാക്കുന്നത്, മുഴുവൻ കേരളത്തിൻ്റെ മുഴുവൻ ഡിമാൻഡിനും വേണ്ടുന്ന കേര സ്വന്തം ഫാക്ടറിയിൽ കേരഫെഡ് ഉണ്ടാക്കുന്നുണ്ടോ, അത് പുറത്തുനിന്ന് പ്രൊക്യൂർ ചെയ്തിട്ട് കേര ബ്രാൻഡിൽ വിൽക്കുന്നതാണെന്ന് അറിയത്തില്ല. പക്ഷേ ആരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ. ഇപ്പോൾ കേര കർഷകരെ സഹായിക്കാനാണെങ്കിൽ നാളികേരത്തിൻ്റെ വില അങ്ങനെ കൂടിയിട്ടുമില്ല. കർഷകരെ സഹായിക്കാനാണെങ്കിൽ നാളികേരത്തിൻ്റെ വില കൂടണം, അല്ലെങ്കിൽ നാളികേര കർഷകർക്ക് കൂടുതൽ ധനസഹായം കിട്ടണം. അതുണ്ടാവുന്നില്ല. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമ്പോൾ സ്വാഭാവികമായും തന്നെ തേങ്ങയ്ക്ക് വില കൂടും. തേങ്ങയ്ക്ക് വില കൂടിയതുകൊണ്ടല്ല വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത്. പണ്ട് സുനിൽ പിയുടെ നിങ്ങൾ എന്നെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണുന്നത് മാത്രമല്ല, നിങ്ങൾ എന്നെ കാണുകയും കൂടുന്നുണ്ട്. നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ പറയുന്ന വാക്കുകളിലൂടെ നിങ്ങളെ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ പറയുന്ന പോലെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമ്പോൾ സ്വാഭാവികമായും തേങ്ങയ്ക്കും വില കൂടും. അപ്പോൾ ഒരു വലിയ വിലക്കയറ്റം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഈ പാലിൻ്റെ കാര്യം പറഞ്ഞു. പാല് ഇപ്പോൾ 26 രൂപയാണ്, 28 രൂപയാണ് ചുവന്ന മിൽമ പാലിന്. തമിഴ്നാട്ടിൽ നന്ദിനി വിൽക്കുന്നത് 24 രൂപയ്ക്കാണ്. ആ നന്ദിനി മിൽക്ക് തമിഴ്നാട് സർക്കാരിൻ്റെയാണ്. ഇപ്പോൾ നന്ദിനി നമ്മുടെ മിൽമ പോലത്തെ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് സഹകരണ അടിസ്ഥാനത്തിലുള്ള അമൂലൊക്കെ പോലെയുള്ള സ്ഥാപനമാണ് നന്ദിനി. നന്ദിനിയുടെ എണ്ണ കേരളത്തിൽ വിൽക്കാൻ വന്നപ്പോൾ കേരള സർക്കാർ പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. നന്ദിനിയുടെ എണ്ണയല്ല, നന്ദിനിയുടെ പാല്. അത് ഇതിനെക്കാട്ടി വില കുറഞ്ഞു. മിൽമയെക്കാളും വില കുറച്ച്
നന്ദിനി പാല് വിറ്റാൽ അത് ഇവിടെ വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നന്ദിനിയുടെ ഔട്ട്ലെറ്റൊക്കെ തുറന്നു. അങ്ങനെ ഒരു ഔട്ട്ലെറ്റ് തുറക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വില കൂട്ടിയേ വിൽക്കാവുള്ളൂ. ഔട്ട്ലെറ്റ് വെക്കാം, പക്ഷേ കേരളത്തിലെ വിലക്കടി കുറയാൻ പാടില്ല, കേരളത്തിലെ വിലയൊക്കെ കുറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സർക്കാരിന് പറയാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഒരു പ്രൊഡക്റ്റ് എന്ത് വിലയ്ക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് മാനുഫാക്ചറാണ്. പക്ഷേ രണ്ട് സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ഒരു ധാരണയുടെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും മിൽമയേക്കാൾ വില കുറഞ്ഞ് നന്ദിനി ഇവിടെ വിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ലാഭകരമായി ആളുകൾക്ക് മറ്റാരെങ്കിലും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത് വാങ്ങാനുള്ള സംവിധാനവും കേരളത്തിലുണ്ടാവുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അടുക്കളകൾ കൊള്ളയടിക്കുകയാണ് കാരണഭൂതൻ്റെ സർക്കാർ. പക്ഷേ ഒരാളും മിണ്ടുന്നില്ല, ഒരു പത്രത്തിലും വാർത്തയില്ല, ഒരു ചാനലിലും അന്തിച്ചർച്ചയില്ല. വെളിച്ചെണ്ണയ്ക്ക് 529 രൂപയായതിനെക്കുറിച്ച് ഒരു ചാനലും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. കാരണം അവർക്ക് വേണ്ടത് പെട്രോളിൻ്റെ വിലക്കയറ്റം മാത്രമാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ആകെ ബാധിക്കുന്നത് എന്ന തരത്തിൽ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ നറേറ്റീവിന് പിന്നിൽ കേന്ദ്ര സർക്കാരിനെതിരെ BJP സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനമാക്കി വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ 529 കഴിഞ്ഞാൽ 600 700 ഒക്കെ ആയാലും കേരളത്തിലെ മാധ്യമങ്ങൾ മിണ്ടില്ല, കേരളത്തിലെ പാർട്ടികൾ മിണ്ടില്ല. പ്രതിപക്ഷം എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ല. VD സതീശൻ അറിയുന്നില്ല. VD സതീശൻ വെളിച്ചെണ്ണയല്ലേ ഉപയോഗിക്കുന്നത്? അറിയില്ല. ഏതായാലും 529 രൂപയാണ് കേര വെളിച്ചെണ്ണയുടെ ഇന്നത്തെ വില. ഇന്നലെ ചില സ്ഥലങ്ങളിലൊക്കെ, ഇന്നലെയാണ് വില കൂട്ടിയത്, ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ നിന്നപ്പോഴത്തേക്ക് 529 എന്ന് പറഞ്ഞു. പാക്കറ്റിൽ അടിച്ചിരിക്കുന്നത് കുറഞ്ഞ വില, അതിൻ്റെ പേരിൽ കശപിശയൊക്കെ ഉണ്ടായി. അവർ ഈ പഴയ വിലയ്ക്ക് തന്നെ ഒടുവിൽ ആളുകളുടെ ബഹളത്തിന് തുടർന്ന് ഇന്നലെ വിൽക്കേണ്ടി വന്നു. ഏതായാലും വെളിച്ചെണ്ണ വില വർധനവ് എന്ന് പറയുന്നത് ഒരു സ്പെസിമിനായി എടുത്താൽ മതി. കേരളത്തിലെ ഓരോ പ്രേക്ഷകരും ആലോചിക്കണം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ നിത്യോപയോഗ സാധനത്തിനും എത്ര രൂപ വെച്ച് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ വില കൂടിയിട്ടുണ്ട് എന്ന് ആലോചിക്കണം. അപ്പോൾ വല്ലാത്തൊരു വിലക്കയറ്റത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിലേക്ക് നമ്മൾ പതിയുകയാണ്. അത് സ്വാഭാവികമായി വീഴുന്നതല്ല. 270 രൂപയുടെ കൊപ്ര 299 രൂപയ്ക്ക് 300 രൂപയ്ക്ക് 1 രൂപ കുറവ് വാങ്ങുമ്പോൾ സംഭവിക്കുന്നു. 29 രൂപ കൂട്ടിക്കൊടുത്ത് കൊപ്ര വാങ്ങി ചില ആളുകളെ സഹായിക്കുന്നതിൻ്റെ കൂടി ഫലമാണ് ഈ വിലക്കയറ്റം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.